അങ്ങനെ വളരെ ഹാപ്പിയായി ഞങ്ങളുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകവെയാണ് 8ന്റെ ഒരു പണി വന്ന് കിട്ടിയത് കേട്ടോ. കിലോമീറ്ററുകൾ എന്നൊക്കെ പറഞ്ഞതുപോലെ പരന്നു കിടക്കുന്ന ഈ അതിമനോഹരമായ നെൽപ്പാടം കണ്ടപ്പോൾ അതിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. തിരികെ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് വാഹനം സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും പിന്നെ അവിടെ കണ്ട ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഒരു ചേട്ടനെ വിളിച്ചു കൊണ്ടുവന്ന് വാഹനം തള്ളാൻ വേണ്ടി ഹെൽപ്പ് ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പാവം ചേട്ടൻ തന്റെ ജോലിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു ചെറിയ കയറ്റം പോലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ചേട്ടൻ ഒരുപാട് സമയം അങ്ങനെ തള്ളി നോക്കിയിട്ടും വാഹനം സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഒന്ന് കൈവച്ചാൽ തന്നെ സ്റ്റാർട്ട് ആവുന്നതാണ്. പക്ഷേ കയറ്റമായതുകൊണ്ട് തന്നെ ആ പാവത്തിനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ബൈക്ക് യാത്രികരായിട്ടുള്ള 1-2 നല്ല യുവാക്കൾ അവിടെ വണ്ടി നിർത്തുകയും ഞങ്ങളെ സഹായിക്കുകയും അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്തു കേട്ടോ. താങ്ക് യു. അണ്ണൻ ഒരുപാട് ദൂരെ വന്നു. മടങ്ങി വരും വഴി ഈ ചേട്ടന് ഒരു സമ്മാനം കൊടുക്കണമെന്നായിരുന്നു ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. അതിനുവേണ്ടി എവിടെ വെച്ചാണ് ഈ ചേട്ടനെ വീണ്ടും ഒന്ന് കാണാൻ കഴിയുക എന്നുള്ളത് അന്വേഷിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ പറയുന്ന ഭാഷ അദ്ദേഹത്തിന് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കന്നഡ മാത്രമായിരുന്നു അറിയുന്നുണ്ടായിരുന്നത്. നമുക്കാണെങ്കിൽ ആ ഭാഷ അറിയുകയുമില്ല. സത്യം പറഞ്ഞാലേ നമ്മൾ ഹെഡ് ലാമ്പ് ഓൺ ചെയ്തിട്ട് വണ്ടി ഓഫ് ചെയ്ത് കുറച്ച് സമയം ഇട്ടു. AC എല്ലാം ഓൺ ആയിരുന്നു. അപ്പോൾ പുറത്ത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ AC ഒക്കെ ഓൺ ചെയ്ത് വെച്ചതായിരുന്നു. അത് ഭയങ്കര പ്രശ്നമായി, ബാറ്ററി ഡൗൺ ആയി. അപ്പോൾ കർണാടകയിൽ അതും അറിയാത്തൊരു സ്ഥലത്ത് നമുക്ക് ഒരുപാട് പേരാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകളാണെന്ന് വെച്ചോ അല്ലാതെയാണെങ്കിലും ഒരുപാട് നല്ല മനുഷ്യന്മാരെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. നമുക്ക് അടിപൊളി ഹെൽപ്പാണ് കിട്ടിയത് അല്ലേ ഫെമി? അല്ലേ? അവർക്കൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ഹാപ്പിയായി.